ഇപ്പോൾ കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ CPM സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട MV ഗോവിന്ദ മാഷിന് സ്വീകരണം നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് എത്തി MV ജയരാജൻ, ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഇവിടെയുണ്ട്. കണ്ണൂരിന്റെ ലീഡർ ഗോവിന്ദ മാഷിന് കണ്ണൂരിലെ ഇടതുപക്ഷ പ്രവർത്തകർ, CPM പ്രവർത്തകരും നേതാക്കളും സ്വീകരണം നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്ന് പുലർച്ചെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമ്മേളനത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് MV ഗോവിന്ദ മാഷ് കണ്ണൂരേക്ക് എത്തുന്നത്. അങ്ങനെ MV ഗോവിന്ദ മാഷിന്റെ സുഹൃത്തുക്കളും ഇടതുപക്ഷ സഹയാത്രികരും CPM പ്രവർത്തകരും നേതാക്കളും ചേർന്ന് MV ഗോവിന്ദ മാഷിന്റെ പാർട്ടി സെക്രട്ടറിക്ക് ഷാള് പുതച്ചുകൊണ്ടാണ് ഗോവിന്ദ മാഷ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പോകുന്നത്. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, നേരത്തെ കോടിയേരി മരിച്ചതിനു ശേഷം ചുമതലയിലേക്ക് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നയാളാണ് MV ഗോവിന്ദ മാഷെങ്കിലും ഇതാദ്യമായിട്ടാണ് ഒരു സമ്മേളനത്തിൽ MV ഗോവിന്ദ മാഷിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് രണ്ടാം വട്ടവും MV ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ വലിയ ആവേശകരമായ സ്വീകരണം നൽകുന്നത്. എങ്ങനെ സ്വീകരണം പുരോഗമിക്കുന്നു? അരുൺ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട MV ഗോവിന്ദന് CPIM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകുന്നത്. സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കണ്ണൂരിലേക്ക് ആദ്യമായി എത്തുന്ന MV ഗോവിന്ദന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സ്വീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ കൂടിയും ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ അനാരോഗ്യം കാരണം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു ഘട്ടത്തിലൊക്കെയാണ് പകരം ചുമതല എന്ന രീതിയിലാണ് MV ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറിയുടെ സ്ഥാനം നൽകിയത്. പക്ഷേ CPIM-നെ സംബന്ധിച്ച് സമ്മേളനത്തിൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ കൊല്ലത്ത് നടന്നിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ഇന്ന് കണ്ണൂരിലേക്ക് എത്തിച്ചേരുന്നത്. ഈ കണ്ണൂരിലേക്ക് എത്തിച്ചേരുന്ന സമയത്താണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ ഇടവേള കൂടി വേണം അർജുൻ. ഞാൻ ഇടവേള എടുത്ത് വളരെ